ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യുന്ന ചക്ക അടയുടെ റെസിപ്പീസാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല മധുരമുള്ള ചക്ക നോക്കിയിട്ട് എടുക്കണം. അതൊരു നല്ലൊരു പാത്രത്തിലോട്ട് കുട്ടി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും. ശേഷം അതിലോട്ട് അല്പം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് റവയ്ക്ക് പകരം അരിപ്പൊടിയും ചേർക്കാം. അപ്പോൾ പാകത്തിനനുസരിച്ച് ഒരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഏലക്ക പൊടിച്ചത്, അതുപോലെ പഞ്ചസാര ഒക്കെ മധുരത്തിനൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചക്കയിൽ നന്നായിട്ട് മധുരമുള്ള ചക്കയാണെങ്കിൽ പഞ്ചസാര അതിന് ഉള്ള പാകത്തിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനിയൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തെടുക്കരുത്. ഈ ചക്കയിലുള്ള വെള്ളം തന്നെ ധാരാളം. പിന്നെ ഇതുപോലെ കുമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറുകപ്പട്ടയുടെ ഇല ഒരു ഗ്ലാസ് രൂപത്തിലൊക്കെ ആക്കി കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഈ ഒരു കോൺ രൂപത്തിലുള്ള അട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു കോണിലോട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ബാക്കിയുള്ള മാവ് നമുക്ക് വാഴയിൽ വെച്ചിട്ട് പരത്തിയിട്ട് അട പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഈ രണ്ട് രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കറുകപ്പട്ടയുടെ ഇല എന്ന് പറയുമ്പോൾ നമ്മുടെ പേ ലീവ്സിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇല വീട്ടുമുറ്റത്തുള്ള കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതാണ് ബാക്കി വാഴയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറുകപ്പട്ടയുടെ ഇലയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഇല തീരുന്നത് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത് റവ, അതുപോലെ നമ്മുടെ ചക്ക അരച്ചത്. മെയിൻ ചക്ക ഇല്ലാതെയും ചെയ്യാം കേട്ടോ. അത് ഞാൻ ചക്ക ഇല്ലാതെ മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ചക്ക, തേങ്ങ, അതുപോലെ ഏലക്ക പൊടിച്ചത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പഞ്ചസാര, പിന്നെ ശർക്കര ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ, ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്ക നന്നായിട്ട് മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാരക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ നിരത്തി വെച്ചതാട്ടോ. ജസ്റ്റ് അപ്പം ഇത് നമുക്ക് പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ മതി. അപ്പോൾ അത് ആവി കയറ്റുമ്പോൾ തന്നെ ഒന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് മുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നോക്കണ്ട. അപ്പോൾ ആവിക്ക് ചെല്ലുമ്പോൾ ഒന്ന് താഴ്ന്നു പോകും. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ തൂക്കിലോട്ട് വെച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ വാഴയില നിരത്തി വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പല രീതിക്ക് ചെയ്യാം കേട്ടോ. മറ്റൊരു ഇല മുകളിൽ വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അമർത്തിയാലും മതിയാകും. അപ്പം ഞാനിത് കൈ വെച്ചിട്ടൊന്നാണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നാണ് മടക്കിയിട്ട് അത് മാറ്റി വെക്കുന്നു. മറ്റൊരു ഇല എടുത്തിട്ട് വീണ്ടും പരത്തുന്നു. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഈ രീതിക്ക് അട ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ കമൻറ്റാണ് നമ്മുടെ ഗ്രോത്ത്. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള മുഴുവൻ മാവ് ഇതുപോലെ പരത്തി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി സാധാ അട ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ആ ഒരു തൂക്കൊക്കെ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടക്കെ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5-6 അട വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2-3-4 അട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ആവി കയറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് കൊട്ടി കൊടുക്കാം.
ഇപ്പം കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഓക്കെ എന്താ അപ്പോൾ അതിലൊരു 3 എടുത്തിട്ട് മൂക്ക് സ്നാക്സിന് കൊടുത്തിട്ടുണ്ട്, 2 ഞങ്ങളെടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഞാൻ വല്ലാണ്ട് പ്രസ് ചെയ്തിട്ടിട്ടില്ല, അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോണായിട്ട് തന്നെ കിട്ടിയിട്ടൊന്നുമില്ല, അപ്പോൾ കോണിൻ്റെ ഭാഗത്തോട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കറുവപ്പട്ടയുടെ ഇല ചെറുതായിരുന്നു, അപ്പോൾ അത് പൊട്ടിപ്പോകണമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിയിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാവ്, അടിപൊളിയായിട്ട് റെഡിയാണ്. നല്ല ഒരു സ്മെല്ലാട്ടോ ഈ ടൈമിൽ. ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ. അത് അരിപ്പൊടി, അത് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാനും ഇവിടെ റവ വീട്ടിലിടാൻ വേണ്ടി അത് ചീത്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ റവയിലാകുമ്പോൾ ഇപ്പോൾ മധുരമൊക്കെ കുറഞ്ഞാൽ ടേസ്റ്റാട്ടോ. അപ്പോൾ ചക്ക ഇല്ലാതെ നമുക്കിത് ചെയ്യാം. ചക്ക കൊണ്ട് ഇതുപോലെ അട ഉണ്ടാക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വാവ്, കണ്ടില്ല നിങ്ങൾ, നമുക്ക് നല്ല ഷേപ്പൊക്കെ ആക്കി എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് നോക്കിയിട്ടില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, അതുപോലെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ.